ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക്, കർത്തദാസന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഒരു ആഴ്ചയുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആലയത്തിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷനോടനുബന്ധിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തെ മുഖത്തുപെടുത്തുവാൻ കർത്താവ് സാവകാശം നൽകി. ഇന്ന് പകൽ ഒരുമിച്ച് അല്പസമയമായിരിക്കുന്നത് ഏറ്റവും സന്തോഷം, ആശ്വാസമാക്കി കർത്താവ് തീർക്കട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഞാൻ വേഗത്തിൽ ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 28-ാമത്തെ സങ്കീർത്തനമാണല്ലോ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. അതിൻ്റെ 2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിലൊന്ന് വായിക്കാം. 6-ാം വാക്യവും 4-ാം വാക്യവും. കടന്നുകൂടാ എങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഭക്തൻ പാടിയൊരു പാട്ടാണ്. 1-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഒരു പ്രാർത്ഥനയാണ് പ്രശ്നത്തിൻ്റെ നടുവിൽ. അല്ലെങ്കിൽ ആ സങ്കീർത്തനം ഉടനീളം പഠിച്ചു വന്നാൽ കാണാൻ കഴിയുന്നത് ദൈവത്തോട് പറയുകയാണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് നടപടി എടുത്തേ വരത്തുള്ളൂ. താൻ അതുപോലൊരു പ്രതിസന്ധിയിലായിരിക്കുക. ഒരുപക്ഷെ ശത്രുക്കൾ ഒത്തിരി തനിക്കുണ്ടല്ലോ. അതിലേതോ ഒരു പ്രശ്നവേളയിൽ ദൈവസന്നിധിയിൽ പാടിയ പാട്ടാണ്. ആ പാട്ടിൽ 6-ാം വാക്യത്തിൽ താൻ പറഞ്ഞ വാക്ക്, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം. ഏത് പ്രതിസന്ധി വേളയിലും ഒരു ഭക്തൻ ഉറപ്പായിട്ട് പറയാനുള്ള കാരണം ഒരു വാക്കിതാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ യാചനയുടെ ശബ്ദം എൻ്റെ കർത്താവ് കേൾക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് എതിരാളികളുണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതായിരിക്കണം നമ്മുടെ ഉറപ്പ്. ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ ആ ദൈവം സർവശക്തനായതുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് നടുവിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എന്നാൽ ആ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ എനിക്കെതിരെ, ഒന്ന് വായിച്ചാലും ഒന്നുകൂടെ വായിച്ചോളൂ വാക്യം. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പ്രത്യേക പദം നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കൊത്തിരി പ്രശ്നം, എന്നെ ആരാണ്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു, പക്ഷേ അവർക്ക് കർത്താവ് നീ മറുപടി കൊടുക്കുക. ഞാനായിട്ടൊരു മറുപടിയും കൊടുക്കുന്നില്ല. ഇതായിരിക്കണം യഥാർത്ഥ ഒരു ഭക്തൻ്റെ ലക്ഷണം. പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എനിക്കും കൈയുണ്ട്, എനിക്കും നാക്കുണ്ട്, എനിക്കും സംസാരിക്കാൻ അറിയാം, ആയിക്കോട്ടെ. പക്ഷെങ്കിൽ ഭക്തൻ പറയുന്നത്, ഞാൻ ഇടപെടുന്നില്ല, കർത്താവെ അങ്ങ് ഇടപെട്ടോ. നമ്മൾ ഇടപെട്ടാൽ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ദൈവം ഇടപെട്ടാൽ ദൈവം അതിനെ സമ്പൂർണ്ണമായി നിർമൂലമാക്കാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏറ്റവും ബെസ്റ്റ് ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ, എന്നോട് എതിർക്കുന്നവരുടെ നടുവിൽ, കർത്താവെ ഞാൻ മൗനമായിരുന്നിട്ട് അങ്ങ് ഇടപെടാൻ ഇടയാകണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. വേദപുസ്തക ചരിത്രം പഠിച്ചു വന്നാൽ ആദ്യകാലം തൊട്ട്, ഏദൻ തോട്ടം കഴിഞ്ഞ് പുറത്തിറക്കിയ കാലം മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ശരിക്കും വേദപുസ്തകം പഠിച്ചാൽ കാണാൻ കഴിയുന്നത്, പ്രശ്നം വന്നത് മുഴുവൻ ആർക്കാണെന്നറിയാം? ഭക്തന്മാർക്കാണ്. എവിടെയും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെന്തോ ഉണ്ട്. അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരെയെങ്കിലും ഒക്കെ പിശാച് ഒരുക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇവർ പുറത്താക്കപ്പെട്ട കാലത്തിന് ശേഷം കായീൻ, ഹാബേൽ 2 മക്കൾ, ആദാം ഹവ്വ ദമ്പതികൾക്ക് ജനിച്ചു. ഒരു ദിവസം 2 പേരും കൂടെ യാഗം അർപ്പിക്കാൻ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. യാഗത്തിൽ ഹാബേലിൻ്റെ യാഗം ദൈവം പ്രസാദിച്ചു. കാരണം അവിടെ ഒരു പ്രത്യേക പദം പറയുന്നുണ്ട്, ഹാബേലിലും അവൻ്റെ യാഗത്തിലും. ഹാബേലിനെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തത് കൊണ്ട് ഹാബേലിൻ്റെ യാഗവും ദൈവം പ്രസാദിച്ചു.
അടുത്തത്, കായീനിലും അവൻ്റെ യാഗത്തിലും. ആദ്യം യാഗമല്ല ദൈവത്തിന് വിഷയം, വ്യക്തിയാ വിഷയം. കായീൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല, ദൈവഹിതമല്ലാത്ത, ദൈവത്തിൻ്റെ വഴിയിലല്ലാതെ നടക്കുന്നവൻ. അവനും വന്ന് യാഗമർപ്പിച്ചു. ഒരു ചിന്ത ആ ഭാഗത്തു നിന്ന് പറഞ്ഞോട്ട്, ദൈവഹിതമല്ലാതെ വഴിയിൽ നടക്കുന്നവർക്കും യാഗമർപ്പിക്കാം, തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവം പ്രസാദിക്കണമെന്നില്ല. എൻ്റെ സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സ്തോത്രമാണെങ്കിൽ, ആഴ്ചയുടെ 6 ദിവസം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞായറാഴ്ചത്തെ എൻ്റെ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രസാദമാകും. എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ലാതെ നയിച്ചിട്ട് എനിക്ക് ആരാധനയിൽ വന്ന് സ്തോത്രം ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അന്യഭാഷയിൽ ആരാധിക്കാം, കൈയടിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഇത് ദൈവം പ്രസാദിക്കണമെന്നില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ ഓർക്കണം. കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കാതിരുന്ന ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. കാരണം യാഗമല്ല വലുത്, ദൈവത്തിൽ നോക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ആ യാഗത്തിൽ ഒന്ന് വായിക്കാമോ? അതൊന്ന് പെട്ടെന്ന് നിർത്തുക. ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ ഒന്ന് വന്നിട്ട് 4-ാം അധ്യായത്തിൽ അതിനകത്ത് ഒരു പദം മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാം. അവർ രണ്ടുപേരുടെയും യാഗത്തിൽ ദൈവം കായീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നപ്പോൾ അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 7 വായിച്ചേ. നീ നന്മ ചെയ്യുന്നുവൻ മതി. അങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്. കയ്യനെ നീ യാഗം അർപ്പിച്ചു, പക്ഷെ നീ എന്ത് ചെയ്തില്ല? നന്മ ചെയ്തില്ല, നല്ലതൊന്നും നീ ചെയ്തില്ല. നീ യാഗമർപ്പിക്കാൻ കടന്നു വന്നു, പക്ഷെങ്കിൽ നീ നല്ലതൊന്നും ചെയ്യാതെ യാഗമർപ്പിച്ചു. അതുകൊണ്ട് നിന്റെ യാഗത്തിൽ എനിക്ക് പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഇടഭാഗം വിടുക. ഈ ഭക്തനെ, ഈ പ്രാർത്ഥനക്കാരനെ അഥവാ യാഗം പ്രസാദിച്ചവനെ കായീൻ വയലിൽ വെച്ച് കൊല്ലുന്നു. ഈ കൊന്നിട്ട് പോകുന്ന ഈ കായീന് കൊടുക്കുന്ന ഒരു ശിക്ഷ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഉഴന്ന് അലയുന്നവൻ ആകും. മതി, ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ശിക്ഷ ദൈവം കൊടുക്കും. ഭക്തന് നേരെ ദുഷ്ടൻ ദൈവഹിതമല്ലാത്തത് ചെയ്ത് അവനെ ശിക്ഷിക്കുമ്പോൾ, അവനെ നിഗ്രഹിക്കുമ്പോൾ, ഇല്ലാതാക്കുമ്പോൾ രക്ഷപ്പെടുമെന്ന് ആരും ധരിക്കരുത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർത്തോണം. നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്കെതിരെ ഉയരുന്ന ചില ശക്തികൾ കാണും. ഈ ശക്തിയെ ദൈവം വെറുതെ വിടത്തില്ല. നീ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ഞാൻ വെറുതെ വിട്ടാര്? ദാവീദ് നല്ല മാതൃകയല്ലേ കാണിച്ചു തന്നെ. നമ്മളങ്ങ് വിട്ടായിരുന്നേ. ദൈവത്തോട് പറ, കർത്താവെ ഹാൻഡിൽ ചെയ്തോ, എനിക്ക് വയ്യ. ഹാബേലിന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അറിയാൻ മേലഞ്ഞിട്ടല്ല, ദൈവഹിതപ്രകാരം താൻ മൗനമായിരുന്നതാകാം. എന്താണേലും കായീൻ ഹാബേലിനെ ഇല്ലാതാക്കി പോയപ്പോൾ ദൈവം വിളിച്ചു നിർത്തി കായീനോട് പറഞ്ഞ വാക്കാണ്. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. മതി. കായീനോട് പറയാം, കായീനെ, നിന്റെ കൃഷിയും കൊണ്ടല്ലേ നീ എൻ്റെ അടുക്ക വന്ന് പ്രസാദിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ ഇനി നീ കൃഷി ചെയ്താൽ പഴയ എഫക്റ്റ് ഉണ്ടാകത്തില്ല. പണ്ടത്തേതുപോലെ നിനക്ക് കൃഷി കിട്ടത്തില്ല, നിന്റെ ആദായം കുറയും. അടുത്തത്, നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും. ആരാ ഇത്? ദൈവഹിതപ്രകാരമുള്ളൊരു വ്യക്തിക്ക് നേരെ കയ്യോങ്ങിയവനോട് ദൈവം പറയുകയാണ്, നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ഞാൻ ആ മുഖം പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് കയറി പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോണം, ദൈവം ഇടപെടും, നമ്മൾ ഇടപെടണ്ട. ഏതൊരു വിഷയത്തിലും നമുക്ക് നേരെ വരുന്ന ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ, മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ഭൗതികമാകട്ടെ, നമ്മുടെ നന്മകളെ തടയുന്ന വിഷയമാകട്ടെ, എന്താണേലും ഞാൻ ഇടപെടണ്ട, എൻ്റെ ദൈവം ഇടപെട്ടോളും. വിഷയം ദൈവത്തിനങ്ങ് കൈമാറിയാൽ മതി. മിസ്രൈമിൽ ജനിച്ചു വീണ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ച
ഫറവോ രാജാവ് ഈ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം അമ്മമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയ ആ പട്ടാളക്കാർ, ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഉറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിൽ വായിക്കേണ്ട ആ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ പട്ടാളക്കാർക്ക് സംഭവിച്ചത് എന്താ? കൊച്ചു കുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ, ആ വെള്ളം കുടിച്ച് ചത്ത അനേക കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞവർ ഇപ്പോൾ എവിടെ ഉണ്ട്? ചെങ്കടലിലെ വെള്ളം കുടിച്ച് അവർ കരയ്ക്കടിയുകയാണ്. ശവങ്ങളായി അവർ മാറിയതിൻ്റെ കാരണം ദൈവം അവിടെ ഇടപെട്ടതുകൊണ്ടാണ്. യെസ്, ഹല്ലേലൂയ. ആ അമ്മമാർക്ക്, അടിമകളായ പിതാക്കന്മാർക്ക് ഇവരോട് എതിർക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തീരുമാനിച്ചു, വേണ്ട, ഞാൻ ഇടപെട്ടോളാം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ പട്ടാളക്കാർ തന്നെ ആകാം ഒരുപക്ഷെ ഈ ചെങ്കടലിൽ മുങ്ങിച്ചത്തത്. മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ മരണസമയത്ത് 120 വയസ്സാണ്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദേഹബലം ഒട്ടും ക്ഷയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അന്ന് കാലത്ത് മനുഷ്യർക്ക് ആരോഗ്യമുണ്ട്. കാലേബിനെ കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, 85-ാം വയസ്സിൽ താൻ പറയുന്നത് എന്തുവാ? 45-ാമത്തെ വയസ്സിലെ ആരോഗ്യം. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ പട്ടാളക്കാർ തന്നെ റിട്ടയർമെൻ്റ് ഒരുപക്ഷെ കാണത്തില്ല, അവരുടെ സർവീസ് അല്പം കൂടുതലായിരിക്കും. ഞാൻ ചിന്തിക്കുന്ന ആ പട്ടാളക്കാരെ തന്നെയാണ് കർത്താവ് എന്ത് ചെയ്ത്? മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തോടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എന്നെക്കൊണ്ട് ചെയ്താൽ അതിന് പരിധിയുണ്ട്. എനിക്കൊരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ കർത്താവേ, അങ്ങ് ഇടപെട്ടാൽ വളരെ നീറ്റായിട്ട് അങ്ങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമല്ലോ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇടപെടുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുന്നത്, കർത്താവേ, എൻ്റെ വിഷയത്തിന്മേൽ ഞാൻ ഇടപെടുന്നില്ല, അങ്ങ് ഇടപെടണം കർത്താവേ എന്നൊരു പ്രാർത്ഥന മാത്രം മതി. ആ പ്രാർത്ഥനയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു ഹാമാനെ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചേരാ, വാക്യം ഒന്ന് വായിച്ചേരാ. 4:1 വായിച്ചു. 3 ലാസ്റ്റ് വേഴ്സൂടെ ഒന്ന് വായിച്ചു. അതിനുശേഷം 4:1 വാ. ആ ആ ആ ശൂശൻ പട്ടണം കലങ്ങിപ്പോകത്തക്ക രീതിയിൽ ഒരു രാജാവിൻ്റെ കൽപ്പന. നമുക്കറിയാം, യഹൂദന്മാർ ആദാർ മാസം 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി യഹൂദന്മാരെ കൊന്നുമുടിക്കണമെന്നുള്ള കൽപ്പന വന്നപ്പോൾ ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. അടുത്ത വാക്യം 4:1. ആ മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. പ്രശ്നം വന്നു. തിരിച്ചിവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അധികാരം ഹാമാൻ്റെ കയ്യിലാണ്. രാജാവ് കഴിഞ്ഞ് രണ്ടാമത്തെ വ്യക്തി ഹാമാനാണ്. രാജാവിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് മുദ്രയിട്ട് കത്തയച്ചു കഴിഞ്ഞു. ഈ 127 സംസ്ഥാനങ്ങളിലും അവരുടെ ഭാഷകൾ കത്തിച്ചെന്ന് കഴിഞ്ഞു. ഇനിയും ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവർ ചെയ്ത കാര്യം നമ്മൾ വായിച്ച് അവസാനിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ. തീർപ്പ് 3-ാം വാക്യത്തിൽ, രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. സംഭവിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പ്രശ്നം വന്നാൽ എന്തോ ചെയ്യുക? ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറായിക്കോ. ദൈവം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും. ഒരു കാര്യം കൂടെ ദൈവമക്കൾ ചെയ്യേണ്ടത്, 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ, ഈ ഹാമാൻ്റെ ഭാര്യ ഹാമാൻ ഒരു ബുദ്ധിപദേശം കൊടുക്കുന്നു. ആ വാക്കൂടെ ഒന്ന് വായിച്ചോളൂ. ആ മതി. യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ പ്രശ്നത്തിന് നടുവിൽ ദൈവമക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. 1, ഉപവാസം.
പ്രാർത്ഥന, വിലാപം. ഇവിടെ ആ ഹാമാൻ്റെ ഭാര്യ മൊർദെഖായിയെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ യഹൂദ, അവൻ സ്തുതിക്കുന്നവനാ. സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ നീ വീഴത്തേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ചില ശക്തികൾ, അത് വർഗീയ ശക്തികളാകട്ടെ, എന്തുമാകട്ടെ, എന്നെ മുന്നോട്ട് വിടാതെ എന്നെ തടയുന്ന, എൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഉപവസിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ കരഞ്ഞാൽ, ഞാൻ സ്തുതിച്ചാൽ ചിലതൊക്കെ എൻ്റെ മുമ്പിൽ വീഴും. ഈ ബോധ്യം ദൈവമക്കൾക്കുണ്ടെങ്കിൽ മറ്റൊന്നിനും ഞാൻ പോകണ്ട, ഞാൻ സ്തോത്രം ചെയ്താൽ മതി, ഞാൻ ഉപവസിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് തൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കാൻ കഴിയും. ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് ദൈവത്തോട് പറ, കർത്താവേ, ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിൻ്റെ മുമ്പിൽ സ്തുതിക്കാനുള്ള കൃപ എനിക്ക് തരണം, പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണം, ഉപവസിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. എൻ്റെ ഉപവാസത്തിന്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന ചില കണ്ണുനീരിന് വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ, ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. കർത്താവ് നമുക്കതിനിട വരുത്തേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദുഷ്ടത ചെയ്യാൻ മടിക്കാത്തത്? സഭാപ്രസംഗിയിലേക്കൊന്ന് കടന്നു വരാമോ? ഒരു വാക്യം അവിടെ ഓർപ്പിക്കാം. സഭാപ്രസംഗി 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി, ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം. മനുഷ്യൻ ദോഷം ചെയ്യുവാൻ. എന്തുകൊണ്ടാണ് ലോകമനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നത്? പെട്ടെന്ന് മറുപടിയില്ല. അവർ പറയും, ഞാൻ എന്തൊക്കെ ചെയ്തു, ഇപ്പോഴും എനിക്കൊരു കുഴപ്പവും. ഇന്നലെ ഒരു തെറ്റ് ചെയ്തു, ഇന്ന് രാവിലെ ദൈവം ശിക്ഷിച്ചാൽ നാളെ തെറ്റ് ചെയ്യാൻ മടിക്കും. ഇവർ തെറ്റ് ചെയ്തിട്ട് അവിടെ വായിച്ചത് ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി. ദുഷ്പ്രവർത്തി ചെയ്തിട്ടും ശിക്ഷ പെട്ടെന്നില്ല. അതുകൊണ്ട് നടക്കായിക കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാ, എന്തെല്ലാം ചെയ്തു, ആർക്കൊക്കെ വേണ്ടാത്ത ദോഷങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ. പക്ഷെ മറക്കരുത്, ഇതിനൊരു സമയമുണ്ട്. തൊട്ടടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും മതി. അവിടെ വായിച്ചത് 10-ാം വാക്യത്തിൽ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞ് പെട്ടെന്ന് പോവാം. ദോഷം ചെയ്യുവാൻ മനുഷ്യൻ ധൈര്യപ്പെടുന്നതിൻ്റെ കാരണം ദുഷ്പ്രവർത്തിക്ക് തൽക്ഷണം ശിക്ഷാവധി വരുന്നില്ല. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും എന്നാൽ മറ്റു ട്രാൻസ്ലേഷനിൽ ഇത് വായിക്കുമ്പം ആ വാക്കിൻ്റെ ഘടനയ്ക്കൊരല്പം മാറ്റമുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ 13-ൽ, ദുഷ്ടന് നന്മ വരത്തില്ല. ആ വാക്ക് മലയാളത്തിൽ എഴുതി വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു മാറിയതാണ്. മൂലഭാഷയിൽ നിന്നുള്ള വിവർത്തനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്തു, അവന് ദീർഘായുസ് കിട്ടിയാലും അവനെന്തോ ഇല്ല, നന്മയില്ല. മനസ്സിലായല്ലോ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ നോക്കിയേ. ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത വാക്യത്തിലേക്ക് വന്നാട്ടെ, ദുഷ്ടന് നന്മ വരികയില്ല. ഇങ്ങനെ ഭാഗം ഒരു കമൻട്രിയിൽ ഒന്ന് വായിച്ചപ്പോൾ അല്പം കൂടെ എനിക്കൊരു വിശദീകരണം അവിടെ കിട്ടിയത്.
പാപി 100 പ്രാവശ്യം ദോഷം ചെയ്തു, പക്ഷെങ്കിൽ അവന് ശിക്ഷ വന്നില്ല. ശിക്ഷ വരുന്നതേ ഉള്ളൂ. പക്ഷെ അവൻ എന്തില്ല? നന്മയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എത്രയോ പേര് നന്മ അനുഭവിക്കുന്നു. എന്തുവാ നന്മ? സമ്പത്ത് നന്മയാണോ? വാഹനങ്ങൾ മാറി മാറി അവരുപയോഗിക്കുന്നു. ഒത്തിരി വീടുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചിലരെക്കുറിച്ച് പറയാനുണ്ട്. ഇത് നന്മയാണോ? വ്യക്തിപരമായി അവരോടൊന്ന് അടുത്താൽ അറിയാം, സ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ലെങ്കിൽ സ്വസ്ഥത അനുഭവിക്കുന്നെങ്കിൽ അതല്ലേ വലുത്? വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, നന്മയെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ധനം, ഇവിടുത്തെ എസ്റ്റേറ്റുകൾ, ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ പദവി, ഇതൊക്കെ നന്മയെന്ന് ലോകം വിധി എഴുതുമ്പോൾ, ദൈവമക്കളെ, ഇത് നന്മയല്ല. അതനുഭവിക്കുന്നവർ അല്ലെ അത്രയും ഉള്ളവരുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് അവർക്ക് സ്വസ്ഥത കാണത്തില്ല. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. എണ്ണ സമൃദ്ധി കൊണ്ട് അവർ അതിൻ്റെ സമ്പത്തിൻ്റെ അത്തിച്ചുകോടിയിലാണ്. ഇന്ന് അവിടെ പാർക്കുന്ന മലയാളികൾ, ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരാം. അറബികൾ അങ്ങോട്ട് പോകും. കഴിഞ്ഞ ദിവസം മോള് വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, അവളോടൊപ്പം ജോലി ചെയ്യുന്ന അറബികൾ പറഞ്ഞു, പ്രശ്നമുണ്ടായി, ജോലി പോയി, എണ്ണ തീർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പോകാം, ഞങ്ങളങ്ങോട്ട് പോകും. സമ്പത്തിൻ്റെ എത്തിച്ച കോടിയിലിരുന്നവർ അവ സ്വസ്ഥതയുണ്ടോ ഇന്ന്? നമ്മൾ പറയും നന്മയാ. അതല്ല നന്മ. എൻ്റെ ദൈവത്തെ കണ്ടെങ്കിൽ അതാ നന്മ. കർത്താവിൻ്റെ ഉള്ളിൽ സമാധാനം തന്നെങ്കിൽ അതാ നന്മ. ഞാൻ അനുഭവിക്കുന്ന സ്വസ്ഥത അതാ നന്മ. ഞാൻ അനുഭവിക്കുന്ന ദൈവിക സമാധാനം അതാ നന്മ. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, നന്മ അനുഭവിക്കുന്ന ഒരു ഭക്തനാണ് ജീവിതത്തിൽ ഏറ്റവും ധന്യൻ. അവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ കൃപ കർത്താവ് ചൊരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നന്മ അനുഭവിപ്പാൻ എന്നെ വിളിച്ചതിനായി സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശിക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ ദോഷത്തിനുള്ള ശിക്ഷ തൽക്ഷണം നടക്കുന്നില്ലെങ്കിലും അതുകൊണ്ട് മനുഷ്യൻ ദോഷത്തിനും ഉതിരുമ്പോഴും ഓർത്തോണം, ഒരു നാൾ അവന് ശിക്ഷ വരും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ചേർത്ത് വായിച്ചു, 11-12 വായിച്ചോളൂ. തൽക്ഷണം നടക്കുന്നില്ലാത്തത് കൊണ്ട് പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോട് ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും, എന്നാൽ 12 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അവന് ദീർഘായുസില്ല. 12 വാക്യം ഒന്ന് വായിച്ചേ. അല്ല, അടുത്ത വാക്യം തൊട്ട് 13 വാക്യം. എന്നാൽ ദുഷ്ടന് ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യ വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടിരിക്കുകയും ചെയ്താലും, അവിടെ അടുത്ത വാക്യം പറഞ്ഞല്ലോ, നന്മ വരത്തില്ല. എന്നാൽ 13 വരുമ്പോൾ വായിക്കുമ്പോൾ അവന് ദുഷ്ടന് നന്മ വരികയില്ല, അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകത്തില്ല. നിഴൽ നമുക്കറിയാം സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കത്തില്ല. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. വാഹനം ഓടിക്കുന്നവരൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനായിട്ട് തണൽ നോക്കിക്കൊണ്ട് വണ്ടി ഇടും. അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സംഭവിക്കുന്നത് എന്താ? വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ പറയും നല്ല തണലത്താവുണ്ട്, പക്ഷേ അരമണിക്കൂർ കൊണ്ട് ആ തണലങ്ങ് പോയി. നിഴൽ ഇത്രയേ ഉള്ളൂ. ദുഷ്ടനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും നന്മ വരത്തില്ല. പക്ഷേ അവൻ 100 വയസ്സ് വരെ ജീവിക്കത്തില്ല. അടുത്ത വാചകത്തിൽ പറഞ്ഞല്ലോ, ദുഷ്ടൻ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു ഭക്തൻ നന്മ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കും. എനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവമക്കളെ, ഞാൻ ഭക്തി വിട്ടു പോകരുത്.
ഞാൻ ദുഷ്ടത പ്രവർത്തിക്കാൻ പോകരുത്. എൻ്റെ ഭക്തി ഞാൻ മുറുക്ക പിടിച്ചുകൊള്ളണം. കർത്താവേ, അങ്ങെനിക്ക് വേണ്ടി വാദിക്കാൻ, അങ്ങെനിക്ക് വേണ്ടി സംസാരിപ്പാൻ, അങ്ങെനിക്ക് വേണ്ടി ഇടപെടാനുള്ളതിനാൽ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും ഭക്തിയിൽ നിൽപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടുന്ന ഒരു സമയമുണ്ട്. ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ചേക്കാം. തെസ്സലോനിക്കയിൽ അങ്ങനെ ഇറക്കി വന്നാട്ടെ. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങളോട് വായിച്ചോളൂ. ശക്തിയുള്ള ദൂതന്മാരുമായി മതി. വളരെ വ്യക്തമായി ദൈവത്തിലൂടെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നൊരു സമയമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നീതിയുണ്ട്. ഈ ലോകത്തിൽ ഒരു പക്ഷേ നീതി കിട്ടണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ നീതി, പീഡ അനുഭവിച്ചവർക്ക് പീഡ അനുഭവിപ്പിച്ചവർക്ക് പീഡ അനുഭവിച്ച ആ വാക്യം വായിച്ചത് ഇങ്ങനെയാണല്ലോ, നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിച്ച നിങ്ങൾക്ക് ആശ്വാസവും തരുന്നൊരു ദൈവം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവകാര്യങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചു, പ്രശ്നം വരുമ്പോൾ ഞാൻ പ്രതികരിക്കാതെ, മറുപടി പറയാതെ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥനയോട് ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവം വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തോളും. ഹാബേലിന് കായീനോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെങ്കിൽ ദൈവം പ്രതികരിച്ചു. അവന് പഴയതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടുന്നില്ല. മാത്രവുമല്ല, ഉഴന്ന് അലയുന്നവനായി മാറുക, ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റ് ഉടമയായി നിന്നവൻ അലഞ്ഞ് ഉഴലുക ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഇസ്രായേൽ മക്കൾ ആ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിപ്പാൻ കഴിയാതെ അവർ ബലഹീനരായിരുന്നപ്പോൾ കാലങ്ങൾക്ക് ശേഷം അവർക്ക് വേണ്ടി ദൈവം ഇടപെട്ട് ആ ആൾക്കാരെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞത് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രതികരിക്കേണ്ട ദൈവം ഇടപെട്ടോളും. ഹാമാനെതിരെ പ്രതികരിക്കാൻ യഹൂദ വംശക്കാർക്ക് കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു, ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവം നേരിട്ടിടപെട്ട് ആ ഹാമാന്യ ശക്തിയെ ഇല്ലാതാക്കിയെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആ നിലവാരത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ പീഡിപ്പിച്ചവർക്ക് കർത്താവേ അങ്ങ് ശിക്ഷ കൊടുക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി കർത്താവേ അതുവരെ ക്ഷമയോടെ കാത്തിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അറിയാതെ പോലും ചിലപ്പോൾ ചില വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചു പോകും. എത്ര നാളാണ് സഹിക്കുന്നത്? എത്ര നാളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇതിനൊരു അറുതിയില്ലേ? അവരോട് ചോദിക്കണ്ട, ദൈവത്തോട് പറ. ദൈവം ഇടപെട്ടോളും. ഞാൻ ഇടപെടുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. എന്നാൽ ദൈവം ഇടപെട്ടാൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ദൈവം കൊണ്ടുപോയിക്കോളും. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ആ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.